സംഗതി എന്തുട്ടാന്ന് കാര്യം സംഗതി ലൈവാണ് ബൈ. ഞാൻ പറയുന്നത് ഭയങ്കര ക്ലീശയാണോന്ന് അറിയില്ല. ഓ എന്താ സംഭവം പറ കേക്കട്ടെ. മമ്മൂക്കയുടെ വലിയേട്ടത്തിലേക്ക് ഒരു ലുക്ക് തോന്നും, ധ്രുവത്തിലേക്ക്. അങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ടോ? അതെ, എനിക്ക് തരുന്ന സ്വാതന്ത്ര്യമൊന്നും എന്റെ കൂടെ ഉള്ളവർക്കൊന്നും കൊടുക്കല്ലേ കേട്ടാ. മോന് പിന്നെ ലാലേട്ടൻ ലുക്ക് വരും. കിട്ടിയാ കിട്ടി, ആവശ്യത്തിന് കിട്ടി. അത് അനുഗ്രഹിച്ചിട്ട് അനുഗ്രഹിച്ചിട്ടല്ല, അനുകരിച്ചിട്ടാണ്. വലിയ ആളാവണ്ട, വലിയ ആളാവണ്ട. അനുഗ്രഹമുള്ളോണ്ടാണ് കിട്ടിയത്. ദുൽഖർ സൽമാനും മമ്മൂക്കയുടെ ശബ്ദമോ ആ ലുക്കോ അതിൽ ആ സൗന്ദര്യം കിട്ടിയിട്ടില്ലല്ലോ. അതിച്ചിരി കൂടുതലല്ലേ? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഇതെന്നാ പറയുന്നത്? ഇവിടെ പറഞ്ഞ കണകുണ ചോദ്യങ്ങളും ചോദിക്കരുത്. ഇവനിത് ഓവറാക്കും. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ദുൽഖർ സൽമാന്റെ സ്റ്റൈല് വേറെ. ഇടാ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഹലോ, അത് പിന്നെ കുടുംബം ഉണ്ടാക്കാൻ അറിയില്ലല്ലേ? എല്ലാം കയ്യിൽ നിന്ന് പോവാ. എന്റെ ഫാമിലി ലൈഫ് ദുൽഖർ സൽമാൻ നല്ലൊരു സുന്ദരനാണ്, അതല്ല. അങ്ങനെയല്ല പറഞ്ഞത്. ഞാനത് ചോദിക്കരുതായിരുന്നു. എന്തിനാണ് അപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് പറയട്ടെ, എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച എന്താ അറിയോ? എന്റെ സ്വഭാവം പറഞ്ഞല്ലോ. എന്റെ എല്ലാ സംശയം തീർത്ത് ഞാൻ 1 മണിക്കൂർ വെറുതെ വിട്ടേ. എന്നെ മുത്താണ്. നീ വലിയവനാടാ. അമ്മാവനായതുകൊണ്ട് അമ്മാവന്റെ അതേ ചായ കാച്ചിൽ കിട്ടിയത്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. അഭിനയം വേറെ. ഒരുപാട് എലികൾ വേണ്ട, കാര്യം കൈവിട്ട് പോയപ്പോ കിടന്ന് പതറുന്നാണ് മനസ്സിലായി. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? എന്റെ പെങ്ങളുടെ മോനുണ്ട്, അവൻ എന്നെ വാർത്ത വെച്ചോളൂ ഇരിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അയ്യോ യാഥാർത്ഥ്യമാണ് സാർ. എന്റെ മോന് എന്റെ 2 മക്കളും എന്നെ പോലല്ല. എനിക്കതിൽ മനപ്രയാസമില്ല കുട്ടി. ഞാനും എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ക്ലിയർ ആയി. അല്ല ഡൗട്ട് അടിച്ച് പണ്ടടങ്ങി പോയനെ. അതെ, ഞാൻ കാര്യം പറയട്ടെ, മമ്മൂക്കയ്ക്ക് ബുദ്ധി കിട്ടി, ഡിഗ്രിന് ബുദ്ധി കിട്ടി, ഇവര് ബുദ്ധി കിട്ടിയില്ല. എന്നെ തേച്ചതാണല്ലേ? അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതിന് ആരോടെ ചായ കാച്ചിൽ പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്നാലും ഇത്ര ആളുകളുടെ മുമ്പ് വെച്ച് നിങ്ങൾ തന്നെ നിർത്തി അവമാനിക്കുവാണെന്ന്. എനിക്ക് ബുദ്ധിയില്ലെന്നുള്ള സത്യം തുറന്നു പറഞ്ഞു എന്നോട് പടങ്ങരുത്. ഒരു ജാതി കോപ്പിലെ വർത്തമാനം പറയലട്ടാ. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഓരോ കഥാപാത്രം സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെയാ ശ്രദ്ധിക്കുന്നത്? അതാണ് പറഞ്ഞ ബുദ്ധിമുട്ടായത്. ജനസംസാരം അങ്ങനെയാ. ദൈവം കാക്കട്ടെ എന്നെ.